കാര്യം മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയാണെങ്കിലും ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ ചൂട് കൂടുന്ന പ്രദേശങ്ങളിലൊന്നാണ് അന്റാർട്ടിക് പെനിൻസുല. ഭൂമിയിലെ ശരാശരി താപനില വർധനവിന്റെ 5 ഇരട്ടിയാണിവിടെ. ഇതുമൂലം പെൻഗ്വിനുകളുടെ ജീവിത രീതിയിലും ഇവിടെ വളരുന്ന ചിലയിനം പായലുകളുടെ വളർച്ചാ രീതിയിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായതായി ഗവേഷകർ വിലയിരുത്തിയിട്ടുണ്ട്. അന്റാർട്ടിക്ക നമ്മൾ കാണുന്നത് പോലെ അത്ര ശാന്തമൊന്നുമല്ല കേട്ടോ. അന്റാർട്ടിക്കയുടെ മഞ്ഞു നിറഞ്ഞ ഉപരിതലത്തിനടിയിൽ 138 അഗ്നിപർവ്വതങ്ങളെങ്കിലുമുണ്ട്. ഇവയിൽ മൗണ്ട് എറബസ്, ഡിസെപ്ഷൻ ഐലൻഡ് എന്നിങ്ങനെ 2 മാത്രമേ ഇപ്പോൾ സജീവമായിട്ടുള്ളൂ. മറ്റുള്ളവയിൽ പലതും വരും കാലങ്ങളിൽ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇവിടെയുള്ള എറബസ് പർവ്വതത്തിൽ തിളച്ചുമറിയുന്ന ലാവാ തടാകമുണ്ട്. പക്ഷേ അത് ഹിമാനികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മരുഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽ മാത്രമാണ് മനസ്സിൽ വരിക, അല്ലേ? എന്നാൽ നിങ്ങൾക്കറിയാമോ, പ്രതിവർഷം 10 mm താഴെ മഴ ലഭിക്കുന്ന പ്രദേശത്തെയാണ് യഥാർത്ഥത്തിൽ മരുഭൂമി എന്ന് വിളിക്കുന്നത്. അന്റാർട്ടിക്കയിൽ ഒരു വർഷം 2 ഇഞ്ചിൽ താഴെയാണ് മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്ക ഒരു ശീത മരുഭൂമിയാണ്.